എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയുടെ സൗത്ത് ഈസ്റ്റേൺ കോസ്റ്റിൽ, അതായത് വിക്ടോറിയയിലെ 240 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഓസ്ട്രേലിയൻ ഹെറിറ്റേജ് ആയ ഗ്രേറ്റ് ഓഷൻ റോഡിൽ കൂടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ ഗ്രേറ്റ് ഓഷൻ റോഡിന്റെ കരയിലുള്ള 12 പിസ്റ്റൽസ്, ലോൺ ബീച്ച്, ഇവിടെയൊക്കെ പോയിന്റ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. നമ്മളിത് 5ാമത്തെ തവണയാണ് ഗ്രേറ്റ് ഓഷൻ റോഡിലൂടെ യാത്ര പോകുന്നത്. എന്നിട്ടും കണ്ടു തീരാത്ത ഒരുപാട് സ്പെക്ടാക്കുലർ ആൻഡ് പനോറമിക് വ്യൂസ് ഇപ്പോഴും ബാക്കിയാണ്. അപ്പൊ വീഡിയോ മുഴുവനായിട്ടും കാണണം. ലെറ്റ്സ് ബിഗിൻ. ഇവിടെ ഇപ്പോൾ സമ്മറാണ്, നല്ല ചൂടാണ്. വേനൽച്ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും ഒന്ന് ചില്ല് ചെയ്യാനും ഒക്കെ ബീച്ചിനേക്കാൾ നല്ലതായിട്ട് വേറെ എന്തുണ്ടല്ലേ. നമ്മൾ പോകുന്ന വഴി ഏറെക്കുറെ വിജനമാണ്. യുക്കാലി ഫോറസ്റ്റിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ വഴിയുടെ ഒരു 80% ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ, അതായത് എസ്പെഷ്യലി ഫുഡും ഡ്രിങ്ക്സും ഒക്കെ വേണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടൗൺ ഏരിയ കാണുമ്പോൾ അവിടെ നിർത്തി അതൊക്കെ മേടിച്ച് വെച്ചിട്ട് യാത്ര തുടങ്ങുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ യാത്രയിൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ ടോർക്വേയിൽ ചെന്നിട്ട് സർഫ് സിറ്റി പ്ലാസ, അതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്, അവിടെ പോയാണ് ഫുഡും ഡ്രിങ്കും എല്ലാം മേടിച്ചത്. എന്നിട്ട് തിരിച്ച് ബീച്ചിലേക്ക് യാത്ര തുടർന്നു. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോളോ ബേയിൽ പോകാനായിട്ടായിരുന്നു നമ്മൾ യാത്ര വെച്ചത്. ഒന്നെങ്കിൽ ടോർക്വേ ബീച്ചിൽ പോവുക, അല്ലെങ്കിൽ അപ്പോളോ ബേയിൽ പോവുക എന്ന തീരുമാനത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ ഇത് രണ്ടും അല്ലാത്ത വേറൊരു സ്ഥലത്താണ് നമ്മൾ ചെന്ന് ഇറങ്ങിയത്. ഒരു അടിപൊളി ഹിഡൻ ബീച്ച്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ താഴത്തേക്ക് ബീച്ച് റോഡ് എന്ന് പറഞ്ഞിട്ടൊരു ആരോ കണ്ടു വന്നു. പിന്നെ ആ വഴി കൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സർപ്രൈസ് ആയിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ നമ്മൾ എത്തിച്ചേർന്ന സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലത്താണ് കേട്ടോ. ഇത് ശരിക്കും ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ നടുക്കൂടെയുള്ളൊരു റോഡാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങനെ നോക്കിയാൽ കാണത്തില്ല, പെട്ടെന്ന് അങ്ങനെ കണ്ണെത്തുന്ന സ്ഥലത്തല്ലായിരുന്നു ആ ബോർഡ്. ഞങ്ങളിങ്ങനെ വളവ് തിരിച്ച്, അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് വളവ് തിരിച്ച് പതിയെ വന്നതുകൊണ്ടാണ് ആ ബോർഡ് കണ്ടതും ആ റൂട്ടിൽ പോകാമെന്നൊരു ഡിസിഷൻ എടുത്തതും. ആ ഒരു നാരോ റൂട്ടിൽ കൂടെ നമ്മൾ ഇറങ്ങി ചെന്നത് വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഇടതും വലതും നല്ല തിങ്ങി നിറഞ്ഞ വനപ്രദേശത്തിൻ്റെ നടുക്ക് ഒരു പാർക്കിംഗ് ഏരിയ. എൻ്റെ അറ്റൻഷൻ മുഴുവൻ പോയത് അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ മരങ്ങളിലേക്ക് തന്നെയാണ്. മൂണ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ ബാർക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട മരങ്ങളാണത്. അപ്പോൾ അത് കൂടുതലായിട്ടും ഷെൽട്ടറിന് വേണ്ടിയിട്ടാണ് നട്ടു വളർത്തിയിരിക്കുന്നത്. ഇത് വിക്ടോറിയൻ ഗവൺമെൻറ് നട്ടു വളർത്തിയിരിക്കുന്ന ട്രീ ആണ്. അത് കാറ്റിനെ തടയാനും അതേപോലെ തന്നെ ഷെൽട്ടറിനും ഷെയ്ഡിനും വേണ്ടിയിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മരങ്ങളാണ്. അപ്പോൾ ഇതിലൊരുതരം ക്രീം കളർ ഫ്ലവേഴ്സാണ് ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കാണാൻ പറ്റും, വളരെ തിക്കായിട്ടുള്ള ഷെയ്ഡാണ് അതിൻ്റെ അടിയിൽ. ഒട്ടും നമുക്ക് ചൂട് തോന്നത്തില്ല. അപ്പോൾ അത്രയും വണ്ടികൾ അവിടെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ബീച്ചിൽ ഒരുപാട് പേരുണ്ട് എന്ന്. എന്തായാലും നമ്മൾ മുന്നോട്ട് നടന്നു. അപ്പോൾ മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ ആ മണ്ണിൻ്റെ കട്ടി കുറഞ്ഞ് പൂഴിമണലിലേക്കായി നമ്മുടെ നടത്തം. വാവ്, കണ്ടില്ലേ, ബീച്ചിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതല്ല, ബ്ലാക്ക് കളർ ഡ്രസ്സ് ഇട്ടേക്കുന്ന എല്ലാവരും സ്ക്യൂബ ഡൈവേഴ്സാണ്. സർഫിങ് ചെയ്യുന്നവരും സ്ക്യൂബ ഡൈവിങ് ചെയ്യുന്നവരും വെറുതെ അതെല്ലാം നോക്കി നിൽക്കുന്ന നമ്മളെ പോലെ ഉള്ളവരും ഒക്കെ ഉണ്ട് അവിടെ. കുറേ സ്ക്യൂബ ഡൈവേഴ്സിനെയും അവരുടെ ഇൻസ്ട്രക്ടറിനെയും നമുക്കവിടെ കാണാം. ഇൻസ്ട്രക്ടറല്ല, ഗൈഡ്. അദ്വൈതന് എവിടുന്ന് ഒരു കടൽപ്പോള കിട്ടിയത് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. തെന്നിത്തെറിച്ച് തിരവാലയുടെ മുകളിൽ കൂടെ സർഫ് ചെയ്യുന്നവരെ കണ്ടിട്ട് കൊതിയാവുന്നു.
അവരൊക്കെ പോകുന്നത് കണ്ടാൽ തോന്നും കടലിൻ്റെ ആ ഭാഗത്തൊന്നും ഒട്ടും ആഴമില്ലെന്ന്. പക്ഷേ സത്യം നമുക്കറിയാൻ പാടില്ല. അവർക്ക് നീന്താൻ അറിയാവുന്നതുകൊണ്ട് അവർ പോയിരിക്കുന്നു, നമുക്ക് നീന്താൻ അറിയത്തില്ലാത്തതുകൊണ്ട് കരയിൽ നിൽക്കുന്നു. ഈ കാണുന്ന ചെറിയ കക്കകളാണ് കല്ലിൽ പറ്റി പിടിച്ചിരിക്കുന്നത്. അത് നമുക്ക് നാട്ടിലും നമ്മുടെ ബീച്ചിലൊക്കെ, എറണാകുളത്തൊക്കെ ബീച്ചിലൊക്കെ പോകുമ്പോൾ പാറക്കടയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ സെയിം സംഭവം തന്നെ. പിന്നെ വേലിയിറക്കത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങിപ്പോയതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആവുന്നുണ്ട്. നമുക്ക് എന്തായാലും ചുറ്റും ഒന്ന് നടന്നു നോക്കാം. ബീച്ചിൻ്റെ ഇരുവശങ്ങളിലും വലിയ ക്ലിഫുകളാണ്. അവിടെ വാർണിംഗ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്, അതിൻ്റെ ചോട്ടിൽ പോയി നിൽക്കരുത്, അതിൻ്റെ മുകളിൽ കയറരുതെന്നൊക്കെ വാർണിംഗ് ബോർഡ്സ് വെച്ചിട്ടുണ്ട്. ക്യൂരിയോസിറ്റി നമ്മുടെ ജീവിതചര്യ ആയതുകൊണ്ട് തന്നെ പലരും അതിൻ്റെ മുകളിൽ കയറാറുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഗാർഡ്സും ഉണ്ട് അത് മോണിറ്റർ ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഒരു അമ്മച്ചി സർഫിംഗ് ബോർഡുമായിട്ട് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്തേക്ക് പോകുന്നത് കണ്ടത്. അപ്പോൾ ആ ഭാഗത്ത് വെള്ളം ഇറങ്ങിപ്പോയതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നടക്കാനും നിൽക്കാനും ഒക്കെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വളരെ ഐക്കോണിക് ആയിട്ടുള്ള റോക്ക് ഫോർമേഷൻസ് ആണ് നമ്മളവിടെ കണ്ടത്. കണ്ടാൽ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുമെന്ന് തോന്നുമെങ്കിലും ഭയങ്കര ഷാർപ്പും സ്ട്രോങ്ങും ആണ് കേട്ടോ ആ റോക്ക് ഫോർമേഷൻസ്. അപ്പുറത്ത് കണ്ട പോലെ അല്ല കേട്ടോ, ഇവിടുത്തെ വേവ്സിന് കുറച്ചുകൂടെ ശക്തി കൂടുതലാണ്, കുറച്ചുകൂടെ വലിയ വേവ്സാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സർഫേഴ്സിനൊന്നും കാണാനില്ല. എല്ലാവരും തന്നെ ഇപ്പുറത്തുള്ള ഭാഗത്താണ്, കടലിലേക്ക് കരയിലേക്ക് കയറി കിടക്കുന്ന ഭാഗത്താണ് കൂടുതലും സർഫേഴ്സ് ഉള്ളത്. ഇതിൽ പല ഫോർമേഷൻസും തിരമാലകൾ വന്ന് മില്യൺസ് ഓഫ് ഇയേഴ്സായിട്ട് തിരമാല വന്ന് അടിച്ചതിൻ്റെ ഫലമായിട്ട് റോക്ക് പൂൾസും റോക്ക് കേവ്സും ഒക്കെ ആയിട്ട് ഫോം ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ കല്ലുകളൊക്കെ ഉണ്ട്, ഭയങ്കര ഷാർപ്പായിട്ട് എഴുതിയിരിക്കുന്നത്. ഇവിടേക്ക് ഒന്ന് വീഴുമോ വല്ലതും ഒക്കെ ആണെങ്കിൽ ആ ഏരിയയിലെ തൊലി മുഴുവൻ പോകും. ചെറിയ ചെറിയ റോക്ക് പൂൾസും ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചെറിയ ഞണ്ടുകളും കക്കകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. വേലിയിറക്കത്തിൻ്റെ സമയമായതുകൊണ്ട് വെള്ളം ഇറങ്ങിപ്പോയിട്ട് ആ ഭാഗത്ത് മൊത്തം ചെളിയാണ്. അപ്പോൾ അതാണ് അങ്ങോട്ട് ഒത്തിരി അങ്ങ് പോവാത്തത്. കണ്ടില്ലേ, ഇത് ഭയങ്കര ഷാർപ്പായതുകൊണ്ട് വേഗം നടക്കാനേ പറ്റുന്നില്ല. ഒന്ന് തട്ടി വീഴുകയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർന്നു. പിന്നെ ട്രിപ്പല്ല, ഡ്രിപ്പ് ഇട്ട് കിടക്കേണ്ടി വരും. അങ്ങനെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടു തീർത്ത് നമ്മൾ അപ്പോളോ ബേയിലേക്ക് യാത്ര തിരിച്ചു. ആ റോഡിൻ്റെ കരയിൽ കൂടെയുള്ള യാത്ര നമുക്ക് അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് സമ്മാനിക്കുക കേട്ടോ. വളരെ ഭംഗിയാണ്. ആകാശവും കടലും കരയും ഒക്കെ കാണാനായിട്ട്. ഈ ഒരു കാഴ്ച കാണാൻ എത്ര ദൂരം നമ്മൾ സഞ്ചരിച്ചു എന്നറിയാമോ? ഓസ്ട്രേലിയയിലുള്ളവർക്കറിയാം, ഓസ്ട്രേലിയയിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ദൂരം ഒന്നും അത്ര വലിയ ദൂരമല്ല. കാരണം ഓരോ സ്ഥലങ്ങളും തമ്മിൽ അത്രയ്ക്ക് ദൂരമുണ്ട്. അപ്പോൾ ഡെയിലി 100 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നവരെ തന്നെ എനിക്കറിയാം. അപ്പോൾ നമ്മളിന്ന് ട്രാവൽ ചെയ്തത് ഏകദേശം 250 കിലോമീറ്ററോളം നമ്മളിന്ന് ട്രാവൽ ചെയ്തു വൺ സൈഡ്. പക്ഷേ ആ ദൂരം നമുക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല. കാരണം ഇത്രയും മനോഹരമായ കാഴ്ചകൾ കാണുക എന്നുള്ളത് ശരിക്കും അതൊരു വാല്യുബിൾ ടൈം തന്നെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിൽ.
പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കാണാൻ. വേണമെങ്കിൽ താഴെ ഇറങ്ങിപ്പോയിട്ട് കടലിൻ്റെ കരയിൽ കൂടെയൊക്കെയുള്ള കാഴ്ചകളാണ്. അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തതല്ല, കുറച്ച് നാൾ മുമ്പ് ഞാൻ ലോൺ ബീച്ചിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതേപോലെയുള്ള ഒരു പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയിട്ട് താഴെ ഇറങ്ങിപ്പോയി ആ ബീച്ചിൻ്റെ പരിസരത്തിൽ ഉള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നീലാകാശവും നീലക്കടലും പച്ചക്കരയും. അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കരയിലായിട്ട് ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേസും ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ വന്ന് താമസിച്ച് സർഫിംഗ് ഒക്കെ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഈ വ്യൂസൊക്കെ എൻജോയ് ചെയ്യുന്നതിനൊക്കെ ആയിട്ടുള്ള ഒത്തിരി ഫെസിലിറ്റീസ് അതിൻ്റെ കരയിൽ കൂടെ ഉണ്ട്. അതിപ്പോൾ എൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് ഡ്രീമും കൂടിയാണ്, ഒരു ദിവസം എൻ്റെ കരയിലൊക്കെ വന്ന് താമസിച്ച് ഈ വ്യൂസൊക്കെ എൻജോയ് ചെയ്യണം. ഇപ്പം നമ്മൾ സാധാരണ ഈ 5 തവണ വന്നപ്പോഴും നമ്മൾ രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്ന രീതിയിലാണ് ട്രാവൽ ചെയ്തത്. എന്തായാലും നമ്മൾ ആ മെയിൻ റോഡിൽ കൂടെ ഉള്ള യാത്ര മതിയാക്കി ഒരു ഇടവഴിയിൽ കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാമെന്ന് കണ്ട് ആദ്യം കണ്ട ലെഫ്റ്റിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മണ്ണിട്ട റോഡായിരുന്നു, ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ്. പക്ഷെ നമ്മുടെ യാത്ര ഒട്ടും വൃഥ ആയില്ല കേട്ടോ. ഇനി വരുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെയല്ലേ കാണേണ്ട കാഴ്ചകൾ ഗൈസ്. എത്ര മനോഹരമായിരിക്കുന്നു എന്ന് നോക്കിയേ. ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ഒരു വ്യൂ. ഇനി ഇവിടെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഏകാന്തമായിട്ടുള്ളൊരു ബീച്ചിൽ ഒരാൾ തനിയെ സർഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ റിയലി അപ്രീഷിയേറ്റ് ദ കറേജ്. നമ്മളവിടെ നിന്നപ്പോഴാണ് മുൻപിലേക്കൊരു നടപ്പാത നീണ്ടു കിടക്കുന്നത് കണ്ടത്, ഒരു കാട്ടുവഴി. എന്തായാലും ആ വഴിയും കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാമെന്ന് കരുതി മുന്നോട്ട് നടന്നു. അങ്ങനെ നമ്മൾ തൊട്ടപ്പുറത്തെ ഒരു വ്യൂ പോയിന്റിലെത്തി. ഈഗിൾ റോക്ക് മറൈൻ സാങ്ച്വറി എന്നാണ് അതിൻ്റെ പേര്. അവിടെ തന്നെ ഒരു ബോർഡിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ കാണപ്പെടുന്നത്. അതായത് ക്രാബ്, ആൽഗേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ചില ഫിഷ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന്. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോൾ നമ്മൾ ചെന്നെത്തിയത് ഐറിസ് ഇൻലെറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലെ ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലേക്കാണ്. ലൈറ്റ് ഹൗസിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റിയില്ല, കാരണം അവിടെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ താഴേക്കൂടെയുള്ള വഴിയിൽ കൂടെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ എത്തിച്ചേർന്നത് ഒരിക്കലും മറക്കാനാവാത്ത വ്യൂ തരുന്ന 3 ഡിഫറെൻറ്റ് ലുക്കൗട്ടുകളിലേക്കാണ്. ആ ലൈറ്റ് ഹൗസിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് വലിയ വീടുകളുണ്ട്, ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് പണിത വീടുകൾ. പക്ഷെ എല്ലാത്തിനും ക്യാമറയും സർവൈലൻസും എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ എല്ലാത്തിൻ്റെയും മുമ്പിൽ കൂടെ ഡോഗിൻ്റെ കോഷൻ സൈനും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് അടുത്തേക്ക് പോകാതിരിക്കുന്നതാണ് നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടുകൾ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വ്യൂ പോയിന്റ്. ഇതാ അകലെ കാണുന്ന റോക്ക് ഫോർമേഷൻ, അതൊരു വോൾക്കാനോ ആണ്. ഐറിസ് ഇൻലെറ്റ് വോൾക്കാനോ എന്നറിയപ്പെടുന്ന ഈ ഒരു ഫോർമേഷൻ ഉണ്ടായത് 24 മുതൽ 29 മില്യൺ ഇയേഴ്സ് അഗോ എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതായത് അത്രയും വർഷങ്ങൾക്ക് മുൻപ് ഒരു വോൾക്കാനോ എറപ്റ്റായിട്ട് അതിൽ നിന്നുണ്ടായ ലിക്വിഡ് ലാവ 100 ഡിഗ്രി സെൽഷ്യസിൽ എറപ്റ്റായിട്ട് അത് പുറത്ത് വന്നിട്ട് കടലുമായിട്ട് സംയോജിച്ച് ഉറച്ചു പോയൊരു ഫോർമേഷനാണത്. അങ്ങനെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്.
ഈഗിൾ റോക്ക് നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ് ഈ ഒരു ഏരിയ. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഇവിടെ ഫിഷിങ്ങോ അല്ലെങ്കിൽ മറൈൻ ആനിമൽസിനെ പിടിക്കുന്ന പരിപാടിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ അനുവദനീയമല്ല. ഈ സ്പീഷീസ് എല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ താഴെ വേറെ 2 വ്യൂ പോയിൻറ്റ്സും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അധികം പൊക്കം വെക്കാത്ത ഹെർബ്സ് നിറഞ്ഞ ഒരു ഏരിയ ആണ് അത്. അതിൻ്റെ നടുക്കൂടെ തന്നെ ഒരു ചെറിയ പാത്വേ ഉണ്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോവാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. പറയാനില്ല കേട്ടോ, അതുപോലത്തെ വ്യൂസ്. ഒരുപാട് മണിക്കൂറുകൾ അവിടെ സ്പെൻഡ് ചെയ്ത് അത് എൻജോയ് ചെയ്യാൻ തോന്നുന്ന തരത്തിലുള്ള അത്രയും സുന്ദരമായ കാഴ്ച. ഇത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകളാണ് നമ്മളെയൊക്കെ യാത്രയെ പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലേ? അൺസ്റ്റേബിൾ ക്ലിഫ്സ് ആണെന്നുള്ളതിൻ്റെ വാർണിംഗ് ബോർഡ്സ് അവിടെയും വെച്ചിട്ടുണ്ട്. എങ്കിലും അതിനും താഴെ കൂടെ ആളുകൾ ഇറങ്ങിപ്പോയിട്ടുള്ള ആ ഒരു കാൽപ്പാടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ അത്രയ്ക്ക് റിസ്ക് എടുത്തില്ല, മുകളിൽ നിന്ന് കണ്ടതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ചുറ്റും ഇപ്പോഴുള്ള കാഴ്ച. അപ്പം നമ്മൾ ഒരുപാട് നേരം ഒരു കാഴ്ച തന്നെ കണ്ടുകൊണ്ട് നിൽക്കാൻ സമയമില്ല. കാരണം നമുക്ക് തിരിച്ചു പോകേണ്ടതാണ്. 250ഓളം കിലോമീറ്റർ തിരിച്ച് യാത്ര ചെയ്യേണ്ടതാണ്. അപ്പം നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് നടന്നു. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ വോൾക്കാനോ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാം. വോൾക്കാനോ അല്ല, വോൾക്കാനിക് ഫോർമേഷൻ. ദ മെമ്മോറിയൽ ആർച്ച് അഥവാ ദ ഗേറ്റ് വേ ടു ദ ഗ്രേറ്റ് ഓഷൻ റോഡ്. ഗ്രേറ്റ് ഓഷൻ റോഡ് ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് മറക്കാനാവാത്ത ഒരു നിർമ്മിതിയാണിത്. ഹിസ്റ്റോറിക്കലി ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നിർമ്മിതിയാണ്. 1-ാം ലോക മഹായുദ്ധകാലത്താണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1919 തുടങ്ങി 1932 ഇതിൻ്റെ പണി അവസാനിച്ചു. പണി തീർത്ത് തിരിച്ചു വന്ന 3000 സൈനികർക്കായിട്ടുള്ള ഒരു മെമ്മോറിയലായിട്ടാണ് ഈ നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് സൈനികർക്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പെട്ട് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് ഓഷൻ റോഡ് ഇറ്റ് സെൽഫ് എ മെമ്മോറിയൽ ഫോർ ദം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.